ഉള്ളിലൂടെ വരണം. അതോ വേണം ഇങ്ങോട്ടോ അവിടെ എന്തോ കളിക്കണ വേദനിപ്പിക്കണ കണ്ണില് ചോപ്പ് കളറ് അത്രയും നേരം പൂളില് കളിച്ചിട്ട് മൊത്തം റെഡ് കളറായി കിടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് അണിഞ്ഞൊരുങ്ങിട്ട് എങ്ങോട്ടാ ഫുഡ് കഴിക്കാണ്. സമയം 7:30 അവിടേക്ക് പോവാന്ന് എല്ലാരും പറഞ്ഞത്. എല്ലാരും 7:30 ആകുമ്പോഴേക്കും റെഡി ആവാന്ന് പറഞ്ഞത്. സ്റ്റാച്യു ആണോ അത്? എത്ര ആൾക്കാരാണ് എടുക്കാറ്? ആക്ടിങ് കൊള്ളിയോ നോക്കറോ നോക്ക് സദാചാരം സൂപ്പർ ജി. ഇത് കണ്ടപ്പോ അനുവേടെ ഒറ്റപ്പോ ജിഷേന്ന് വിളിച്ചു. അതല്ലേ ജിഷനെയും കൂട്ടി വന്നത്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താ അപ്പം നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സെറ്റപ്പാട്ടോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ സ്റ്റോൺ വർക്ക് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. രാത്രി ആയതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്. പുഴയിൽ നിന്നുള്ള കാറ്റും എല്ലാം അടിപൊളി. സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മളിവിടെ ഇരിക്കുന്നില്ല, നമ്മൾ താഴത്ത് എവിടെയെങ്കിലും ഇരിക്കാം. അവിടെ മീനിന്റെ സ്മെല്ല് ഉണ്ടെന്ന് പറഞ്ഞത്. ഹലോ ജായ്സ് അല്ല ഗൈസ്. താഴത്തിരിക്കുക, മുകളിൽ വേണ്ട. ഹലോ ഗൈസ്, കേക്കാണ് ഗൈസ്. കേക്കാണ് ലിഡിയ സ്പെഷ്യൽ കേക്ക്. Seafood served with balkoon. Bangu.
green rice. Grilled chicken thigh served with Jola fried rice, yam chips. യാം ചിപ്സ് ആണ്. ഒന്നും പറയാനില്ല, ഇവിടെ കണ്ടില്ല എല്ലാരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പൂളിൽ പോയി വന്നപ്പോൾ നല്ല വിശപ്പുണ്ടല്ലേ? നല്ല വിശപ്പുണ്ട്. ഇനി ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം എടുക്കുന്ന അറിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കാൻ സുഖമുണ്ട്, കൊതു കടിക്കുന്നില്ല, കാറ്റുണ്ട്. ബീന കൊള്ളണ്ട, ബിനാ കൊള്ളണ്ട. എന്തൊക്കെയാണത്? ചേരുവകൾ പൈനാപ്പിൾ, നമ്മുടെ ഷാർജ ഷേക്കിനെ പോലെയാണെന്നാണ് പറയുന്നത് അല്ലേ? നമ്മളെ മേത്തിട്ട് നീ മധു പകരു മല ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മറയല്ലേ മറയല്ലേ നീല നിലാവൊലിയേ. ഓ നിലാവൊലിയേ, നിലാവൊലിയേ. ഒത്തിരി സ്വപ്നങ്ങൾ. കസവ എന്നാ ജിഷ എന്നാ കസവ കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. ചിക്കൻ ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ആയിരുന്നു മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി നമ്മൾ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല, അത് ഒത്തിരി ഉണ്ടായിരുന്നു. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും വാങ്ങിച്ചത് വെറുതെയായി. നോ സ്മോൾ പ്ലേറ്റ്, ബിഗ് പ്ലേറ്റാ വേണ്ട, സ്മോൾ അല്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ 2 പേര് കാര്യമായിട്ട് എന്തോ പണിയിലാണ്. നല്ല തണുത്ത രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞു. ഇനി ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിലൂടെ. 9:45. അവിടെ ഒരു സ്റ്റേജൊക്കെ ഏതാ സ്റ്റേജ് ഉണ്ട്. ടെന്നീസ് കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും. വാവ്, ആഹാ അടിപൊളി മാങ്ങ. ഓക്കെ, ആഹാ ചുവടുള്ള മാങ്ങ കാണിച്ചേ. അടിപൊളി അടിപൊളി. അതൊന്ന് നല്ല കറ വരുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല മാവ്. പണ്ടത്തെ ഓർമ്മകൾ വരുന്നുണ്ടോ? വാവ്. ഒന്ന് എടുത്തു നോക്കൂ, ബോൾ എടുത്തു നോക്കൂ. മാമനിട്ട് കൊടുക്കൂ ബോൾ എടുത്തിട്ട്. മാമ പിടിക്ക്. ഈ മാമൻ എന്തൊക്കെയാ കാണിക്കുന്നല്ലേ? അതിന് ചെയ്തു നോക്കൂ. അതുപോലെ മുട്ടൂത്തിട്ടായ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇവിടെ രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. 6:45 7 മണി ആ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞെണീറ്റു. ഞങ്ങളെന്നില്ല, ഞാൻ
ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം സമയത്ത് ഞാൻ സൺറൈസ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സണ്ണൊക്കെ എവിടെയോ എത്തി. കാണുന്നുണ്ടോ സണ്ണിന്? അതാ. അപ്പോൾ വോൾട്ടാ റിവറിൻ്റെ സൈഡിലാണ് ഈ റിസോർട്ടുള്ളത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ നമുക്ക് രാവിലെ ഇതുപോലെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അല്ല ഇനിയിപ്പോൾ ഫ്രണ്ട്സ് കൂടിയിട്ട് വരികയാണെങ്കിൽ അത് വേറൊരു ഫണ്ണാണ്. എല്ലാത്തിനും പറ്റിയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രയ്ക്കും നല്ലൊരു സ്ഥലം. രാവിലെ എണീറ്റിട്ട് ഇതുപോലെ നടക്കുന്ന സമയത്ത് ഒത്തിരി കാഴ്ചകളായിരിക്കും നമ്മുടെയൊക്കെ കണ്ണിൽ പതിയുന്നത്. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഇത്തരം കാഴ്ചകൾക്ക് ആ ദിവസത്തെ മുഴുവൻ ഫുൾ എനർജിയെ സ്വാധീനിക്കാൻ കഴിയും. ഇവിടെയുള്ള ഈ വില്ലകളൊക്കെ കാണുമ്പോൾ അത് പഴമയുടെ മധുരമുള്ള ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു കുടിലിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വില്ലകളെല്ലാം അതിമനോഹരമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2023 ഇവിടെ വോൾട്ടാ നദിയിൽ നിന്നും വെള്ളം കയറിയിട്ട് ഈ സൊഗക്കോപ്പെ എന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അതിനുശേഷം അവർ വീണ്ടും റെഡിയാക്കി എടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം. ഇതാ നോക്കൂ, രാവിലെ എണീറ്റിട്ട് ബുക്സ് വായിച്ചിരിക്കുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടതല്ലേ. ബോട്ട് റൈഡിങ്ങും ഇതിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കത്തിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളത് തൽക്കാലം പരീക്ഷിച്ചില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ റാബിറ്റ്, മങ്കി, ബേർഡ്സ് എന്നിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴായിരുന്നു ദിവ്യൻജീനെ കണ്ടത്. ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് വരുന്നുണ്ട്. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട്, ഒരു പട തന്നെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവര് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ട്. ഹൗസിന്റെ അടുത്ത് പതുങ്ങി നടക്കുന്നത് ആരാണ്? ഒരു കൊമ്പൊടിക്കാൻ വേണ്ടി. ഹലോ എവരിബഡി, നമ്മൾ റെസ്റ്റോറന്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അതെ, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. അമ്മേ, ഇവിടുന്ന് ഒരു കാറ്റ് വരുന്നത് വിചാരിച്ചു പെട്ടെന്ന്. ഭർത്താവ് എന്താ എടുക്കുന്ന വെച്ചാൽ അതന്നെ വേണം. എനിക്ക് വേണം. ഞാൻ എന്താ ബ്രെഡ് എടുത്തു. 2 വെച്ചോ, അമ്മയ്ക്കും വെക്കാം. എന്തോ ബിസ്ക്കറ്റ് ടൈപ്പ്, ഒരു ബണ്ണുണ്ട്. ഇതെന്തോ ഒരു ടൈപ്പ്, ഇതിനൊന്നും പേര് പറയുന്നത് എന്താണെന്നറിയില്ല. പേരൊക്കെ ഇതാ ഇവർക്കറിയാം, ഇവർ പറഞ്ഞത്. പേരാണ് ഫുഡ് ബ്രെഡ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡൗട്ടിലായിരുന്നു എന്തായിരിക്കും ഫുഡെന്ന്. അപ്പോൾ അത്യാവശ്യം വയറ് നിറയ്ക്കാനും ഇഷ്ടപ്പെട്ട് കഴിക്കാനും പറ്റുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഉച്ചവരെ പിടിച്ചു നിൽക്കാനുള്ളതുകൊണ്ട് വയറ് നിറയെ കഴിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഞാൻ അവന് വേണ്ടിയിട്ട് എടുത്തത് സോസേജ് കഴിക്കുന്നു വിചാരിച്ചിട്ട്. Focus, focus, focus. Bless you now. May God bless you now. May God bless you now. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഭർത്താവ് ഭാര്യയെ കേക്ക് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യുന്ന സുന്ദര കാഴ്ചയും ഞങ്ങൾ അവിടെ കണ്ടു. നമ്മൾ റിസോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന വെൽക്കം ഡ്രിങ്ക് നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതാ ഈ സൊഗകോപ്പെ ബീച്ച് റിസോർട്ടിൽ നിന്ന് പോവുകയാണ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.